ഇനി നമുക്കൊരു റിമാർക്കാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് സി എലമെൻറ്റ് ഓഫ് എ ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ, സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണ് എങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ ലിമിറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി വരുമ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. അപ്പം ഇനി നമുക്ക് സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണ് എങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഫ് കണ്ടിന്യൂറ്റി ഡെഫിനിഷന് പകരം നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓർക്കുക. ഇനി ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് സി ആണോ എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലിമിറ്റ് എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് എഫ് മസ്റ്റ് ബി ഡിഫൈൻഡ് അറ്റ് സി ആയിരിക്കണം. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതാണ് 3 പോയിൻ്റായിട്ട് അവിടെ തന്നേക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, ഒരു ക്ലസ്റ്റർ പോയിൻ്റ് സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് സി. എഫ് ഈസ് ഡിഫൈൻഡ് അറ്റ് സി, അതായത് എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ പറയുന്ന കാര്യം എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഡിഫൈൻഡ് അറ്റ് സി ആയിരിക്കണം, അതായത് എഫ് ഓഫ് സി വേണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് രണ്ടും ഇതും ഈക്വൽ ആയിരിക്കണം. അപ്പം മൂന്നാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പം കണ്ടിന്യൂസ് ആവാൻ വേണ്ടി നമ്മൾ ഇതിന് സി ഡിഫൈൻഡ് ആയിരിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അത് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. അതാണ് ഒരു ക്ലസ്റ്റർ പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് സി ആണെന്ന് കാണിച്ചാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഓർക്കേണ്ട കാര്യം. നമ്മൾ ഇപ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓരോ എപ്സിലോൺ നമുക്ക് എപ്സിലോണും ഡെൽറ്റയും വെച്ച് എല്ലാ പ്രാവശ്യവും പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഉണ്ട്. സച്ച് ദാറ്റ് whenever x element of a and mod x minus c less than delta, modulus of f of x minus f of c is less than epsilon. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? whenever x belongs to a intersection delta neighborhood of c വരുമ്പോഴെല്ലാം f of x belongs to the epsilon neighborhood of f of c. ഇത് രണ്ടുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ റിമാർക്കിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? സി എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണ് എങ്കിൽ അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയാൽ മതി. ഇനി അതിൻ്റെ സെക്കൻഡ് റിമാർക്ക് പറയുന്നത് ക്ലസ്റ്റർ പോയിൻ്റ് അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളൊരു ആർഗ്യുമെൻറ്റാണ്. കാരണം സി എലമെൻറ്റ് ഓഫ് എ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ക്ലസ്റ്റർ പോയിൻ്റ് ഡെഫിനേഷൻ ഓർക്കണം. നമ്മൾ കഴിഞ്ഞ സെമിൽ ക്ലസ്റ്റർ പോയിൻ്റ് പഠിച്ചാണ്. ക്ലസ്റ്റർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എവരി നെയ്ബർഹുഡ് ഓഫ് സി, എല്ലാ നെയ്ബർഹുഡ്, അത് പ്രത്യേകം ഓർക്കണം, എവരി നെയ്ബർഹുഡ് ഓഫ് സി കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റ് അതർ ദാൻ സി. അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റ് ഓഫ് എ അതർ ദാൻ സി, അല്ലേ? ഇതാണ് നമ്മൾ ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ഡെഫിനേഷൻ. അത് നമ്മൾ കഴിഞ്ഞ സമയം പഠിച്ചതാണ്. സി ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ ഇഫ് എന്താണ്? എവരി നെയ്ബർഹുഡ് ഓഫ് സി, സിയുടെ എത്ര ചെറിയ നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്ത് സി അല്ലാതെ എയിലെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ സി ക്ലസ്റ്റർ പോയിൻ്റ് ആവാനുള്ള കണ്ടീഷനാണ് അത് പറയുന്നത്. എവരി നെയ്ബർഹുഡ് ഓഫ് സി കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റ് ഓഫ് എ അതർ ദാൻ സി അല്ലാതെ എയിലെ ഒരു പോയിൻ്റെങ്കിലും സിയുടെ എല്ലാ നെയ്ബർഹുഡിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു നെയ്ബർഹുഡെങ്കിലും കാണും സച്ച് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിക്കകത്ത് സി അല്ലാതെ വേറെ എയിലെ പോയിൻറ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുവാണ് സി എലമെൻറ്റ് ഓഫ് എ ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്ന് വിചാരിക്കുക. സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഒരു നെയ്ബർഹുഡെങ്കിലും കാണും. ആ നെയ്ബർഹുഡിന് നമ്മൾ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് എടുക്കുവാണ് സച്ച് ദാറ്റ് എയ്ക്കും ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിക്കും കോമൺ ആയിട്ട് സി അല്ലാതെ വേറൊരു പോയിൻറ്റും ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എടുക്കുമ്പോൾ അത് സി എന്നുള്ള ഒരൊറ്റ പോയിൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി, ആ ക്ലസ്റ്റർ പോയിൻ്റ് കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എന്താണെന്ന് കാണിക്കണം?
എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്നല്ലേ കാണിക്കേണ്ടത്. നമ്മൾ ആ തിയറം 1 വെച്ചിട്ട് പറയുവാണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയിലുണ്ട് എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് എലമെൻറ്റ് ഓഫ് ഇവിടെ സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല. സി ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്ന് പറയുമ്പോൾ സിയുടെ ഒരു നെയ്ബർഹുഡ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് സി അല്ലാതെ എയുടെ കോമൺ പോയിൻറ്റുകളൊന്നും ഇല്ല. അപ്പം ഇവിടെ നമുക്ക് എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു സി എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കാരണം എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് പറയുന്നത് സി എന്നുള്ള സിംഗിൾട്ടൺ സെറ്റ്, അതിൻ്റെ അകത്ത് എയിലെ വേറൊരു എലമെൻറ്റ് പോലും ഇല്ല. അപ്പം എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു സി ആവും. എക്സ് ഈക്വൽ ടു സിയിൽ നമുക്കപ്പോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്ന് കാണിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ എന്താ? എഫ് ഓഫ് എക്സ് സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സി എന്തായാലും ഈ നെയ്ബർഹുഡിൽ വരികയില്ലേ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂറ്റി കൊണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സി ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു നെയ്ബർഹുഡ് എങ്കിലും കാണും സച്ച് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിക്കകത്ത് സി മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിക്കകത്ത് സി മാത്രം ഉള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഓട്ടോമാറ്റിക്കലി ചെയ്യും. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഒറ്റ പോയിൻ്റ് അവിടെ ചെക്ക് ചെയ്യാനുള്ള ആ പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് സിയുടെ നെയ്ബർഹുഡിൽ വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ 1 ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നത് സ്റ്റാൻഡേർഡായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് ഈ എപ്സിലോണും ഡെൽറ്റയും വെച്ച് പറയണമെന്ന് നിർബന്ധമില്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ് എന്ന് കാണിച്ചാൽ മതി. ഇപ്പം സി ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണെങ്കിൽ, ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എങ്കിൽ കണ്ടിന്യൂറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ട് എന്ന് നമ്മൾ റിമാർക്ക് 2-ൽ പറഞ്ഞു. കാരണം അതൊന്നുകൂടി ഞാൻ പറയാം. കാരണം എന്താ, ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഒരു നെയ്ബർഹുഡ് എങ്കിലും കാണും സച്ച് ദാറ്റ് എയ്ക്കും ആ നെയ്ബർഹുഡിനും കൂടെ കോമൺ ആയിട്ട് സി അല്ലാതെ വേറെ പോയിൻറ്റുകളൊന്നും ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിക്കകത്ത് ഈ സി എന്നുള്ളത് പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് പറയുമ്പം എക്സ് ഈക്വൽ ടു സി എന്നുള്ളതാണ്. അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ എക്സ് സി വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് സി. അതപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ ക്ലസ്റ്റർ പോയിൻ്റ് ആവുന്നിടത്ത് മാത്രമേ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതൊരു ക്ലസ്റ്റർ പോയിൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നൊരു കാര്യമാണ് കണ്ടിന്യൂറ്റി. ക്ലസ്റ്റർ പോയിൻ്റ് അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂറ്റി ഉണ്ട്. ക്ലസ്റ്റർ പോയിൻ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലസ്റ്റർ പോയിൻ്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്കുള്ള തിയറം 2 ആണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റി. നമ്മൾ ലിമിറ്റിൻ്റെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് പറയുന്നത് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റിയാണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള സീക്വൻഷ്യൽ ക്രൈറ്റീരിയയാണ് തിയറം 2 പറഞ്ഞത്. മറ്റൊരു നമ്മൾ ലിമിറ്റിൻ്റെ കേസിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്തായിരുന്നു? നമ്മൾ പറയുവാണ് എക്സ് എൻ നോട്ട് ഈക്വൽ ടു സി ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എന്നുള്ള സീക്വൻസ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇത് കണ്ടിന്യൂറ്റിയുടെ കേസിലെ ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ് പഠിച്ചതാണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ് പറയുന്നത് എക്സ് എൻ നോട്ട് ഈക്വൽ ടു സി ആൻഡ് എക്സ് എൻ ബിലോങ്സ് ടു സി, എക്സ് എൻ കൺവേർജസ് ടു സി ആണെങ്കിൽ ഇനി സീക്വൻസ്, അതായത് നമ്മൾ എയിൽ ഉള്ള ഏതൊരു സീക്വൻസ് സിയിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും എഫ് ഓഫ് എക്സ് എൻ എന്നുള്ള സീക്വൻസ് എല്ലാം എന്നുള്ള പർട്ടിക്കുലർ നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എല്ലാം. ഇവിടെ നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റി ആകുമ്പോൾ നമുക്ക് അവിടെ കാണിക്കേണ്ടത് എന്താണ്? നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നല്ല. അപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എങ്ങനെ വരും? നമ്മൾ പറയുകയാണ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ. Then f is continuous at C if and only if f is continuous at C if and only if for every sequence xn in A that converges to C f of xn converges to f of xn അങ്ങോട്ട് കൺവേർജ് ചെയ്യണം
എഫ് ഓഫ് സിയിലോട്ട്, കാരണം ഇതിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് സി എന്ന് വേണ്ടേ കിട്ടാനായിട്ട്. അപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പറയുന്നത് ഇതാണ്. ഫോർ കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ, ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് ഫോർ എനി സീക്വൻസ് എക്സ് എൻ ഇൻ എ ദാറ്റ് കൺവേർജസ് ടു സി. എഫ് ഓഫ് എക്സ് എൻ സിയിലോട്ട് കൺവേർജ് ചെയ്യുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സിയിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ സപ്പോസ് ചെയ്യുവാണ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണ് ആൻഡ് എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ എ ദാറ്റ് കൺവേർജസ് ടു സി. എഫ് സിയിൽ കണ്ടിന്യൂസ് ആണ്, എക്സ് എൻ കൺവേർജസ് ടു സി ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി അറ്റ് സി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് whenever x minus c less than delta modulus of f of x minus f of c is less than epsilon. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുക്കുക. നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആയതുകൊണ്ട് ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever mod x minus c is less than delta modulus of f of x minus f of c is less than epsilon. ഇതാണ് ഡെഫിനിഷൻ അനുസരിച്ച് വരുന്നത്. അപ്പം നമ്മളതിനെ അതവിടെ പറഞ്ഞു. ഇനി കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. എക്സ് എൻ കൺവേർജസ് ടു സി എന്ന് പറയുമ്പം നമുക്ക് പറയാം ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു സീക്വൻസിൻ്റെ കൺവേർജൻസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever n ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ വരുമ്പോഴല്ല എക്സ് എൻ മൈനസ് എക്സ് ലെസ്, ഇവിടെ എക്സിന് പകരം സി ആണ്, എപ്സിലോൺ പകരം നമ്മൾ ഡെൽറ്റ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ഓരോ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും there exists a k delta. കൺവേർജൻസിൻ്റെ ഡെഫിനിഷനാണ് യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കെ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever n ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. നമ്മൾ എപ്സിലോണിന് പകരം ഡെൽറ്റ യൂസ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കൺവേർജൻസ് എക്സ് എൻ കൺവേർജസ് ടു സി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് എപ്സിലോൺ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. വരെ ഇവിടെ ഡെൽറ്റ യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? എക്സ് എൻ കൺവേർജസ് ടു സി എന്ന് പറയുമ്പോൾ ഓരോ ഡെൽറ്റ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ ഡെൽറ്റ എക്സിസ്റ്റ്, ഒരു നാച്ചുറൽ നമ്പർ കെ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് whenever n greater than k delta modulus of x n minus c is less than delta. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് എൻ കൺവേർജസ് ടു സി ആണ്. എക്സ് എൻ കൺവേർജസ് ടു സി എന്നുള്ളത് തന്നേക്കുന്ന കണ്ടീഷൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പോൾ എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. ഈ എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വേഷൻ 1. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇക്വേഷൻ 2ൻ്റെ എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ എടുത്തു. എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ ആണെങ്കിൽ ഇക്വേഷൻ 2 അനുസരിച്ച് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വരും. ഇനി എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയിൽ നിന്ന് ഇക്വേഷൻ 1 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2ഉം 1ഉം കൂടെ കമ്പൈൻ ചെയ്യുവാണ്. ഇക്വേഷൻ 1 നമ്മൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പോഴെല്ലാം മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുക. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? 2 വെച്ചിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. ഇനി ഇവിടെ എക്സിന് പകരം എക്സ് എൻ അപ്ലൈ ചെയ്യുവാണ് ഇക്വേഷൻ 1ൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് പറയാം? എഫ് ഓഫ് എക്സനും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സനും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതിൻ്റെ മീനിങ് എന്താ? ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എഫ് ഓഫ് എക്സ് എന്നുള്ള സീക്വൻസ് എഫ് ഓഫ് സിയിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പോൾ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി. ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ കയ്യിലുള്ളത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സിയും സീക്വൻസ് എക്സ് എൻ ഈസ് ആൻ ആർബിട്രറി സീക്വൻസ് ഇൻ എ ദാറ്റ് കൺവേർജസ് ടു സി. അപ്പോൾ എഫിൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് സി വെച്ചിട്ട് നമ്മൾ ആദ്യം ഇക്വേഷൻ 1 എഴുതി. എപ്സിലോണും ഡെൽറ്റയും വെച്ചിട്ട് കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇക്വേഷൻ 1 എഴുതി. സീക്വൻസ് എക്സ് എൻ സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കെ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever n greater than k delta modulus of x n minus c is less than delta. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ 2ൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇക്വേഷൻ 2 അതുപോലെ എഴുതി. n greater than k delta വരുമ്പോൾ എക്സ് എൻ മൈനസ് സിയുടെ മോഡുലസ് വളരെ ലെസ് ദാൻ ഡെൽറ്റയാണ്.
എന്നിട്ട് ഇക്വേഷൻ 1-ൻ്റെ അകത്ത് എക്സിന് പകരം എക്സൻ കൊടുക്കുമ്പം നമുക്ക് എഫ് ഓഫ് എക്സൻ മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എൻ ഗ്രെറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സനും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് സി. ഇനി സെക്കൻഡ് പാർട്ടിൽ ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഫോർ എവറി സീക്വൻസ് എക്സൻ ഇൻ എ ദാറ്റ് കൺവേർജസ് ടു സി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എക്സൻ കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സൻ എന്നുള്ള സീക്വൻസ് എഫ് ഓഫ് സിയിലോട്ട് കൺവേർജ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് കാണിക്കണം. ഈ ഒരു ആർഗ്യുമെൻറ്റിൽ നിന്ന് എഫ് കണ്ടിന്യൂസ് അറ്റ് സി, അപ്പോൾ ഇതിനെ നമ്മൾ പി എന്നും ഇതിനെ നമ്മൾ ക്യൂ എന്നും കാണിക്കുവാണ് എങ്കിൽ നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണ് എന്ന് കാണിച്ചാലും മതിയല്ലോ. ഇതിനെയാണ് നമ്മൾ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് എന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ആക്ച്വലി എന്താ? എക്സൻ ഇസ് എനി സീക്വൻസ് ദാറ്റ് കൺവേർജസ് ടു സി ആണെങ്കിൽ സീക്വൻസ് എഫ് ഓഫ് എക്സൻ എഫ് ഓഫ് സിയിലോട്ട് കൺവേർജ് ചെയ്യും. അതിൽ നിന്ന് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് കാണിക്കണം. അപ്പോൾ അതിന് പകരം നമ്മൾ അതിൻ്റെ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സിയുടെ നെഗേഷൻ എടുക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നമ്മൾ നെഗേഷൻ, ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പി എന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്യൂ എന്നും വിളിക്കും. അപ്പം പി ഇംപ്ലൈസ് ക്യൂ കാണിക്കുന്നതിന് പകരം നമ്മൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണെന്ന് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഫ് ഈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഇതാണ് ക്യൂ. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്നുള്ളതാണ് ക്യൂ. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്താണ്? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് എടുക്കുക. എഫ് സിയിൽ കണ്ടിന്യൂസ് അല്ല. എഫ് സിയിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് ഒരു പർട്ടിക്കുലർ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ സീറോയ്ക്കെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ നെയ്ബർഹുഡ് കാണും. സച്ച് ദാറ്റ് നമ്മൾ എത്ര ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താലും നമുക്ക് ദർ എക്സിസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് കണ്ടിന്യൂസ് പറയുമ്പോൾ എന്താ? ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ട്. സച്ച് ദാറ്റ് വെനെവർ എക്സ് ബിലോങ്സ് ടു mod x minus c less than delta, then a modulus of f of x minus c f of x minus f of c ലെസ് ദാൻ എപ്സിലോൺ. അപ്പം കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഒരു എപ്സിലോൺ സീറോ എങ്കിലും കാണും. സച്ച് ദാറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എനി ഡെൽറ്റ എടുക്കുമ്പം നമുക്ക് എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി കിട്ടും. പക്ഷേ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എപ്സിലോൺ സീറോ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. എഫ് ഓഫ് സിയുടെ നെയ്ബർഹുഡിൽ എഫ് ഓഫ് എക്സ് കിടക്കുന്നില്ല. അതല്ല നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഏത് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയിൽ കിടക്കണം. അപ്പം അതല്ല കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ എന്താ? നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ സീറോ എടുക്കുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെ ഡെൽറ്റ എടുത്താലും എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വന്നാലും എഫ് ഓഫ് എക്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയിൽ വരുന്നില്ല. ഒരു എപ്സിലോൺ സീറോ എങ്കിലും അങ്ങനെ കാണും. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി. അപ്പോൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഒരു പർട്ടിക്കുലർ എപ്സിലോൺ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെ ഡെൽറ്റ എടുത്താലും നമുക്ക് അതിൻ്റെ അത് നമുക്ക് ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് വൺ മെമ്പർ ഒരു എക്സ് ഡെൽറ്റ എങ്കിലും കാണും. എക്സ് ഡെൽറ്റ ബിലോങ്സ് ടു ദിസ് നെയ്ബർഹുഡ്. കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് എങ്കിലും കാണും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഡസ് നോട്ട് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു ഓരോ എന്നിന് കറസ്പോണ്ട് നമ്മൾ പറയുന്നത് ഈ പർട്ടിക്കുലർ എപ്സിലോൺ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ഡെൽറ്റ എങ്ങനെ എടുത്താലും ഒരു എക്സ് ഡെൽറ്റ എങ്കിലും കാണും. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് അല്ലാതെ വരുന്നത്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ സീറോ എടുക്കുവാണ്. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതൊരു എപ്സിലോൺ സീറോ എങ്കിലും കാണും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു എപ്സിലോൺ സീറോ എങ്കിലും കാണും. അപ്പോൾ പർട്ടിക്കുലർ എപ്സിലോൺ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ഡെൽറ്റ എടുത്താലും നമുക്കൊരു എക്സ് ഡെൽറ്റ ഉണ്ട് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്തത്. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1/n എടുത്താൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് ഡെൽറ്റനെ നമ്മൾ എക്സ് എൻ എന്ന് വിളിച്ചു. എക്സ് എൻ നമുക്ക് കിട്ടും. സച്ച് ദാറ്റ് എക്സ് എന് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. പക്ഷേ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ സീറോ. അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എൻ മൈനസ് സി ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ 1/n ആണ്. പക്ഷേ എഫ് ഓഫ് എക്സ് എനും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ സീറോയാണ്. അപ്പോൾ എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ 1/n എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്
എക്സ് എൻ കൺവേർജസ് ടു സി. പക്ഷേ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ പറഞ്ഞു എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റി, ഒരു എപ്സിലോൺ 0 കണ്ടുപിടിക്കാൻ പറ്റി. സച്ച് ദാറ്റ് ആ എപ്സിലോൺ 0 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡെൽറ്റ എങ്ങനെ എടുത്താലും എക്സ് എൻ സിയിലോട്ട് പോകും, പക്ഷേ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി. അപ്പോൾ അതെന്ന് പറയുന്നത് ആക്ച്വലി എന്താ? എക്സ് എൻ കൺവേർജസ് ടു സി ആണ്, പക്ഷേ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു, അത് നെഗേഷൻ പി അല്ലേ. അപ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് നമുക്ക് കിട്ടി. അപ്പം കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ് വെച്ച് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ അതൊന്നും കൂടെ സെക്കൻഡ് പാർട്ട് പറയാം. നമുക്ക് കാണിക്കേണ്ടത് പി ഇംപ്ലൈസ് ക്യൂ, അതായത് എക്സ് എൻ കൺവേർജസ് ടു സി, എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് എൻ കൺവേർജസ് ടു സി എഫ്, ഈ ഒരു പോർഷനെ പി എന്ന് വിളിച്ചു, ഈ ഒരു പോർഷനെ പി എന്ന് വിളിച്ചു, ഈ ഒരെണ്ണത്തിനെ ക്യൂ എന്ന് വിളിച്ചു. അപ്പം നെഗേഷൻ ക്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് എടുത്തു. എഫ് സിയിൽ കണ്ടിന്യൂസ് അല്ല. എഫ് സിയിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പം നമുക്ക് ഒരു എപ്സിലോൺ 0 എങ്കിലും കാണും. സച്ച് ദാറ്റ് എന്താണ്? എക്സ് സിയുടെ ഡെൽറ്റ ഏത് നെയ്ബർഹുഡ്, സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും ഒരു എക്സ് ഡെൽറ്റ എങ്കിലും കാണും. എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഡസ് നോട്ട് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. എഫ് ഓഫ് സി ഇതാണ് നമ്മൾ നോട്ട് കണ്ടിന്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഒരു എപ്സിലോൺ 0 എങ്കിലും കാണും. സച്ച് ദാറ്റ് ഏത് ഡെൽറ്റ എടുത്താലും എക്സ് ഡെൽറ്റ എന്ന് പറയുന്നത് ഈ നെയ്ബർഹുഡിൽ കിടക്കും, പക്ഷേ എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഇവിടെ വരികയില്ല. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു ഏത് ഡെൽറ്റ എടുത്താലും ഇതുള്ളത് കൊണ്ട് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1/n എടുത്തു. ഡെൽറ്റ ഈക്വൽ ടു 1/n എടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ എപ്സിലോൺ 0 കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0. എക്സ് എൻ കൺവേർജസ് ടു സി ആണ്. അപ്പോൾ എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, ഡെൽറ്റ 1/n ആകുമ്പോൾ എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ 1/n. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ മീനിങ് എക്സ് എൻ കൺവേർജസ് ടു സി. പക്ഷേ ഈ ഒരു കണ്ടീഷൻ നമ്മളിപ്പം പറഞ്ഞതനുസരിച്ച് കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0. അതിൻ്റെ മീനിങ് എക്സ് എൻ സിയിലോട്ട് കൺവേർജ് ചെയ്യും, പക്ഷേ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് നെഗേഷൻ ക്യൂ നമ്മൾ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്നെടുത്തപ്പം എക്സ് എൻ കൺവേർജസ് ടു സിയിൽ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പോൾ അത് നെഗേഷൻ പി, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ അതിൽ നിന്ന് നമുക്ക് പറയാം പി ഇംപ്ലൈസ് ക്യൂ ഈസ് ട്രൂ.